ISLൻ്റെ ഭാവി എന്താവും എന്നൊരു ആശങ്കയിലൂടെയാണ് നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ AIFF ISLൻ്റെ പുതിയ ഓണർഷിപ്പിന് വേണ്ടിയുള്ള ടെൻഡർ ഉടനെ വിളിക്കുമെന്ന് നമ്മളോട് അറിയിച്ചിട്ടുണ്ടായിരുന്നതാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ പല ടീമുകളും തങ്ങളുടെ ഓപ്പറേഷൻസൊക്കെ പുനരാരംഭിച്ചു എന്ന തരത്തിൽ വാർത്തകൾ നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ആശിഷ് നേഗിയാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ISLൻ്റെ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പല ടീമുകളും ഓപ്പറേഷൻസ് ഹോൾഡ് ചെയ്യുകയും താരങ്ങളുടെ സാലറി കട്ടിലേക്ക് പോവുകയും സ്റ്റാഫുകളുടെ സാലറി കട്ടിലേക്ക് പോവുകയൊക്കെ തന്നെ ചെയ്യും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. എസ്പെഷ്യലി ഒഡീഷ FC പോലുള്ള ക്ലബ്ബുകൾ, അങ്ങനെയുള്ള പല ക്ലബ്ബുകളും നിലവിൽ തങ്ങളുടെ ഓപ്പറേഷൻ റീസ്റ്റാർട്ട് ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളാണ് നിലവിൽ ആശിഷ് നേഗി പുറത്തേക്ക് വിടുന്നത്. സോ ഇതൊക്കെ ഒരു പോസിറ്റീവ് സൈഡായിട്ടുള്ള ഒരു വാർത്തകളാണ്. നിലവിൽ നമുക്കറിയാൻ പറ്റുന്ന സാഹചര്യം അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ വെച്ച് ISL ഈ വരുവാനായിട്ട് പോകുന്ന ഡിസംബറിൽ ആരംഭിക്കുമെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അതിന് മുമ്പ് സെപ്റ്റംബർ, അതായത് ഈ ഒരു മാസം സൂപ്പർ കപ്പ് നടത്തുമെന്നും അറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഒരു പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ്. സോ ഈ ഒരു സാഹചര്യത്തിൽ പലതരത്തിലുള്ള പോസിറ്റീവ് വാർത്തകളും വരുന്നുണ്ടെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു റൂമർ നിലവിൽ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ കോച്ചായിട്ടുള്ള ഡേവിഡ് കെറ്റാലയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. കഴിഞ്ഞുപോയൊരു ISL സീസണിൽ മിഖായിൽ സ്റ്റെഗറിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പകുതിയോളം സീസണായപ്പോൾ അദ്ദേഹം ടീം വിട്ട സമയത്ത് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് പരിശീലകരായിട്ടുള്ള തോമസ് ഷോസും TG പുരുഷോത്തമനുമായിരുന്നു. ഇവരുടെ കീഴിൽ ഒരു കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് സീസൺ എൻഡായ സമയത്ത് സൂപ്പർ കപ്പിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ച പരിശീലകനായിരുന്നു ഡേവിഡ് കെറ്റാല. സ്പാനിഷ് പരിശീലകനായിട്ടുള്ള ഇദ്ദേഹത്തെക്കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ട്രാക്ക് റെക്കോർഡൊന്നും ഇല്ലാതെയാണ് ഇദ്ദേഹം ISLലേക്ക് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം സൂപ്പർ കപ്പിൽ ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചെങ്കിൽ പോലും ആദ്യത്തെ ഒരു മത്സരത്തിൽ വിജയിച്ചു. പിന്നീട് വന്നിട്ടുണ്ടായിരുന്ന രണ്ടാമത്തെ മത്സരത്തിൽ മോഹൻ ബഗാൻ്റെ സെക്കൻഡ് ടീമിൻ്റെ പറയാൻ പറ്റുന്ന ആ തരത്തിലുള്ളൊരു സ്കോഡിനോട് പരാജയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ, ഒരു ദയനീയ അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. എങ്കിൽ പോലും വെറും 2 മത്സരങ്ങൾ കൊണ്ട് ഡേവിഡ് കെറ്റാലയെ നമുക്ക് ജഡ്ജ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതല്ല. അദ്ദേഹത്തിന് ഇനിയും അവസരങ്ങൾ ലഭിക്കേണ്ടതാണ്. സോ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിലവിൽ സൂപ്പർ കപ്പിന് വരുവാനായിട്ട് പോകുന്ന സൂപ്പർ കപ്പിനും ഇദ്ദേഹം തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിനെ ഒരുപക്ഷെ പരിശീലിപ്പിക്കുക. എങ്കിൽ പോലും ഇദ്ദേഹം ബ്ലാസ്റ്റേഴ്സിനെ സൂപ്പർ കപ്പിൽ പരിശീലിപ്പിച്ചാലും നിലവിൽ പുറത്തേക്ക് വരുന്ന റൂമർ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു പരിശീലകനെ തേടുന്നു എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ഒരുപക്ഷെ ഡിസംബറിലാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു ISL ഉണ്ടാവുക. സോ ആ ഒരു ടൈം പീരീഡിലേക്ക് പുതിയൊരു പരിശീലകനെ ടീമിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. നിലവിൽ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം അതൊരു ഒഫീഷ്യൽ റിപ്പോർട്ടല്ല എങ്കിൽ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന, റൂമർ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ പറ്റുന്ന സോഴ്സിൽ നിന്ന് ലഭിച്ചിട്ടുള്ള റിപ്പോർട്ടാണ്. സോ ആ തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം വിശ്വസനീയമായിട്ടുള്ള സോഴ്സ് തന്നെയാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഡേവിഡ് കെറ്റാലയുടെ കോച്ച് എന്ന കേരള ബ്ലാസ്റ്റേഴ്സിലെ പദവി അത്ര കണ്ട് സുരക്ഷിതമല്ല എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുമോ എന്നൊരു കാര്യം നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഈ ഒരു തരത്തിലാണ് നിലവിൽ ISLുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ.